നമ്മളെല്ലാവരും കുറേ കേട്ടിട്ടുള്ള ഡെഡ് സീലൊരു ഡിപ്പ് എടുത്തതും അതിൻ്റെ സോൾട്ട് ഡെപ്പോസിറ്റ്സും അടുത്തുള്ള പിങ്ക് ലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്ത കഥയാണ് ഇന്ന് പറയാൻ പോണത്. വാദി റമ്മിന്ന് അമ്മൻ സിറ്റിയിലോട്ടുള്ള 3 hours ഡ്രൈവിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഡെഡ് സീ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രൈവ് കൂടുതലും ഡെസേർട്ട് കൂടെ ആയിരുന്നു. വലിയ വലിയ മലകളും മണൽക്കാറ്റും ചെറിയ ചെറിയ പാവപ്പെട്ട ടൗണുകളൊക്കെ പാസ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയത്. ഈ ലോങ് ഡ്രൈവിൻ്റെ ഇടയിൽ നമ്മൾ 2-3 ടീ ബ്രേക്സും ലഞ്ച് ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റൂട്ട് ഇസ്രായേൽ ബോർഡറിനോട് ചേർന്നിട്ടായിരുന്നു. ആ ദൂരെ കാണുന്നത് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഇസ്രായേലത്തെ ഒരു സിറ്റിയാണ്. നോർത്തിലോട്ട് പോകുന്തോറും ഒരുപാട് പച്ചപ്പും ഹരിതാപമൊക്കെ കാണാൻ തുടങ്ങി. പിന്നെ ഡെഡ് സീ അടുക്കാരായപ്പോൾ ഒരുപാട് സോൾട്ട് പ്രോസസ്സിങ് പ്ലാന്റ്സും കണ്ടു തുടങ്ങി. ഇവിടുത്തെ സോൾട്സിനൊക്കെ ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് അത്ര. ഡെഡ് സീ എത്തി ഞങ്ങൾ ആദ്യം കാണാൻ പോയത് അതിൻ്റെ അടുത്തുള്ള പിങ്ക് ലേക്കാണ്. ഒരു ചെറിയ കുന്നിറങ്ങിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇവിടുത്തെ സോൾട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ആൽഗ ഉള്ളത് കാരണമാണ് അത്ര ഇതിൻ്റെ ഈ പിങ്ക് ലേക്ക്. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ലായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഡെഡ് സീയിലോട്ടുള്ള ഒരു എൻട്രി പോയിന്റിലേക്ക് ഡ്രൈവ് ചെയ്ത് കാറ് പാർക്ക് ചെയ്ത് നമ്മൾ നടക്കാൻ തുടങ്ങി. കാർ പാർക്കിൽ നിന്ന് ഒരു 1/2 കിലോമീറ്ററോളം ഒരു വലിയ കുന്നിറങ്ങിയിട്ട് വേണം പോകാനായിട്ട്. എനിക്ക് ക്ഷീണമായത് കാരണം പതിവ് പോലെ എൻ്റെ തോളത്ത് കയറിയിരുന്നു. ഇറങ്ങാനായി പ്രിപ്പയർ ചെയ്ത് കാറിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറ്റിയാണ് ഞാൻ പോയത്. ഫിദയും കുട്ടിയും ഇറങ്ങാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നില്ല. വെള്ളത്തിലോട്ട് അടുക്കും തോറും ഒരുപാട് സോൾട്ട് ഡെപ്പോസിറ്റ്സ് കാണാൻ പറ്റും. വേറെ എവിടെയും കാണാത്തൊരു യുണീക്ക് ടെറൈൻ ആയിരുന്നു അത്. ചെറിയ മഴ ഉണ്ടായിരുന്നെങ്കിലും ഒരുപാട് ദൂരം നടന്ന കാരണം ഫിദാൻ്റെയും എമിയുടെയൊക്കെ ജാക്കറ്റ് ആകെ നനഞ്ഞ് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എത്തിയത് ഞാൻ ഇറങ്ങി ചാടി. നോർമൽ ഓഷ്യൻ വാട്ടറിനെക്കാട്ടിലും 10 times സോൾട്ട് കോണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇതിന് ഇത്ര ബോയൻസി. എഫേർട്ട്ലെസ് ആയിട്ടായിരുന്നു ഞാനൊക്കെ ഫ്ലോട്ട് ചെയ്ത് കിടന്നിട്ടുണ്ടായിരുന്നത്. ഇതേ സോൾട്ട് കോണ്ടന്റ് കാരണം ഇതിൽ പ്ലാന്റ്സോ ഫിഷസോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതിനെ ഡെഡ് സീ എന്ന് വിളിക്കുന്നത്. മഗ്നീഷ്യം സോൾട്ടാണ് ഇതിൽ കൂടുതലുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുക്കിംഗ് സോൾട്ടിൻ്റെ അത്ര തന്നെ ഉപ്പുരസം അതിനില്ല. നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് പഠിച്ചിട്ടുള്ള ഈ ഡെഡ് സീ ഒക്കെ നേരിട്ട് കാണാനും അതിലിറങ്ങാനും അതിൻ്റെ സറൗണ്ടിങ്സൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിൽ ഞാനും ഫിദയും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. അവിടുന്ന് തിരിച്ചു വരാൻ സമയമായി. വന്ന വഴി ആ വലിയ കുന്ന് എമീനും മോള് കയറ്റി ഞാൻ തിരിച്ചു കയറി. മുകളിലെത്തി ഒരു ക്വിക്ക് ഷവറും നമ്മുടെ നനഞ്ഞ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങൾ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു. പോണ വഴിയാണ് ഒരു വലിയ ഗോജിൻ്റെ ഉള്ളിൽ നിന്ന് വാട്ടർഫോൾ ഇങ്ങനെ വന്നിട്ട് കടലിലേക്ക് ചേരുന്നത് കണ്ടത്. ദൂരെ നോക്കുമ്പോൾ മേഘങ്ങളുടെ ഇടയിൽ നിന്ന് മഴ വീണതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഡെഡ് സീയുടെ സൈഡിൽ കൂടെ അമ്മൻ സിറ്റിയിലോട്ട് ചവിട്ടി വിട്ടു. അടുത്ത ദിവസം രാവിലെ ഈജിപ്തിലോട്ട് ഫ്ലൈറ്റ് പിടിക്കേണ്ടായിരുന്നു. ഈ ലോങ് ഡ്രൈവൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഞങ്ങളുടെ പാവ എമ്മക്കുട്ടി ഒരുപാട് കോപ്പറേറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പം ശുഭം.